ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനിയുടെ വധത്തിന് പിന്നാലെ 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച ഇറാൻ 7 ദിവസം പബ്ലിക് ഹോളിഡേയും പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്കൂളുകളടക്കം സർക്കാർ ഓഫീസുകളടക്കം 7 ദിവസം പൂർണ്ണമായും അടച്ചിടാനാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത്. 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണമാണ് ആയത്തുള്ള അലി ഖമനേയുടെ വധത്തിന് പിന്നാലെ ആയത്തുള്ള അലി ഖമനേയുടെ മരണത്തെ തുടർന്ന് ഇറാൻ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയെ ഇറാന്റെയും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ വധിച്ചത്. ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് യഥാർത്ഥത്തിൽ ഖമേനെയി കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തകൾ വാൾസ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 30 ബോംബുകളാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആയത്തുള്ള അലി ഖമനേയുടെ കൊട്ടാരത്തിന് മുകളിലേക്ക് പതിപ്പിച്ചത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ 30 എണ്ണം. ആ 30 എണ്ണം ഖമനേയുടെ കൊട്ടാരത്തിന് മുകളിൽ വീണതോടുകൂടി തന്നെ കൊട്ടാരം പൂർണ്ണമായും തരിപ്പണമായി എന്ന് ഇറാന്റെ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ഇതേ സമയത്ത് കൊട്ടാരത്തിനുള്ളിൽ വലിയൊരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഇറാന്റെ പ്രതിരോധ മന്ത്രി അടക്കമുള്ളവരും ഈ സമയം ഖമനേയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. ഇവരുമായി ചേർന്ന് കൂടുതൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ചർച്ചകൾ നടത്തുകയായിരുന്നു ഖമനേയി. ഈ ഘട്ടത്തിലാണ് ഖമനേയുടെ കൊട്ടാരത്തിലേക്ക് ഇസ്രായേലിന്റെ അതിഭീകരമായിട്ടുള്ള അതിമാരകമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ആക്രമണത്തിൽ ഖമനേയി മാത്രമല്ല ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ നിരവധി സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഖമനേയുടെ മകളും ഖമനേയുടെ മരുമകനും ചെറുമക്കളും അടക്കം ഖമനേയുടെ കുടുംബത്തിലെ ഡസൻ കണക്കിന് ആളുകളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇസ്ലാമിക ഭീകരതയുടെ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരതയുടെ നട്ടെല്ലായിരുന്നു ആയത്തുള്ള അലി ഖമനേയി. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ആവശ്യത്തിന് പണവും ആയുധങ്ങളും നൽകി ഇസ്ലാമിക ഭീകരത പശ്ചിമേഷ്യയിൽ വളർത്തിയ നേതാവാണ് ആയത്തുള്ള അലി ഖമനേയി. എല്ലാ കാലത്തും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണിലെ കരടായിരുന്നു ആയത്തുള്ള അലി ഖമനേയി. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹിസ്ബുള്ളയെ പിന്തുണച്ചുകൊണ്ട് ഹൂതികളെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഈ ഭീകര സംഘടനകൾക്കെല്ലാം നിർദ്ദേശം നൽകുകയും അവർക്ക് ആവശ്യത്തിന് പണവും ആയുധങ്ങളും നൽകുകയും ചെയ്തത് ആയത്തുള്ള അലി ഖമനേയുടെ നേതൃത്വത്തിൽ ഇറാനായിരുന്നു. പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക ഭീകരതയ്ക്ക് എല്ലാ കാലത്തും വെള്ളവും വളവും നൽകി വളർത്തി വലുതാക്കിയത് ആയത്തുള്ള അലി ഖമനേയി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഖമനേയുടെ വധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ മുഴുവൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും മാറിമറിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മിഡിൽ ഈസ്റ്റിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഇസ്ലാമിക ഭീകരതയുടെ നട്ടെല്ലാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇസ്ലാമിക ഭീകരതയുടെ വലിയ സ്പോൺസറെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ചരിത്രവും മിഡിൽ ഈസ്റ്റിൻ്റെ വർത്തമാനവുമെല്ലാം ഇനി മാറിമറിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം ഹമാസുമായി ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധം ആരംഭിക്കുമ്പോൾ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നു. അപ്പോൾ തന്നെ ഇസ്രായേലിനെതിരെ അത്തരമൊരു നിലപാടെടുക്കരുത് എന്ന് ആയത്തുള്ള അലി ഖമനേയിയോട് ഇറാനിലെ തന്നെ ഭരണത്തിലെ നിരവധി ആളുകൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞു. എന്നാൽ എല്ലാ കാലത്തും ഇസ്രായേൽ വിരോധം തലയ്ക്ക് പിടിച്ചുകൊണ്ട് നടന്നിരുന്ന ആയത്തുള്ള അലി ഖമേനി ഇസ്രായേലിനെതിരെ നിരന്തരമായി ആക്രമണം നടത്താൻ നിർദ്ദേശിക്കുകയും സ്വയം ഇറാനെ കൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു. അങ്ങനെ നിരവധി ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ടത്. ഇതിൻ്റെ പ്രതികാരമായി 2025 ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുന്ന ആക്രമണം ഇസ്രായേൽ ഇറാനെതിരെ നടത്തി. ഇറാനിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കി. ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ കേന്ദ്രങ്ങളും ആസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ അതിനുശേഷം ഒരു ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ചുവെങ്കിലും പിന്നീട് തരം കിട്ടുമ്പോഴൊക്കെ ഇസ്രായേലിനെ ആക്രമിക്കാനും ഇസ്രായേലിനെതിരെ മറ്റു ഭീകര സംഘടനകളെ സായുധ തീവ്രവാദ സംഘടനകളെയൊക്കെ തിരിച്ചുവിടാനും ഒക്കെയാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുതുവർഷത്തിൽ തന്നെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചിരുന്നു. ഏറ്റവും പുതിയ ആധുനികമായ ആണവായുധങ്ങൾ ഇറാൻ പരീക്ഷിച്ചു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കം
നീക്കം അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ആരംഭിച്ചത്. ഇറാനെ പോലൊരു രാജ്യത്തിന് ആണവായുധങ്ങൾ ലഭിച്ചാൽ അത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായിരിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെക്കാനും ആണവായുധം കൈവശമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആണവ സംവിധാനങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി കൈമാറാനുമുള്ള നിർദ്ദേശങ്ങൾ ഐക്യരാഷ്ട്രസഭയടക്കം ഇറാൻ മുന്നിൽ വെച്ചു. ആ നിർദ്ദേശങ്ങൾ അമേരിക്കയടക്കം ഇറാനോട് പറഞ്ഞു. എന്നാൽ ഈ ചർച്ചകളിലൊക്കെ തന്നെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ചർച്ചകളിലെല്ലാം തന്നെ നിഷേധാത്മകമായ നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിച്ചത്. ഇതിനൊക്കെ പിന്നിൽ ആയത്തുള്ള അലി ഖമനിയുടെ നിർദ്ദേശമാണ് എന്നുള്ളതാണ് ഏറ്റവും ശരിയായ കാര്യം. ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ആയത്തുള്ള അലി ഖമേനി. ഇസ്ലാമിക ഭീകരത മാത്രം മുഖവിലക്കെടുക്കുന്ന മതഭരണം മാത്രം മുഖവിലക്കെടുക്കുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ നിലപാട് തന്നെയാണ് ഇറാനെ പോലൊരു രാജ്യത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഒരു അറബ് രാജ്യങ്ങളും ഇറാനെ പിന്തുണച്ച് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചുറ്റുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ ആക്രമിക്കുന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഇറാൻ എത്തിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലുമാണ് ഇറാനെ ആക്രമിച്ചതെങ്കിലും ഇറാൻ തങ്ങളുടെ കലി തീർക്കുന്നത് പാവപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളോടാണ്. ഖത്തറിനെയും ബഹ്റൈനെയും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെയും ഒക്കെ തന്നെ നിരന്തരമായി ഇറാൻ ആക്രമിക്കുന്നു. കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ വിമാനത്താവളങ്ങളിലേക്കാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ എന്ന രാജ്യം എത്തിയിരിക്കുന്നു. അവരുടെ സുപ്രീം ലീഡറിനെ വധിച്ചതിൻ്റെ പ്രതികാരം അവർ തീർക്കുന്നത് ശത്രു രാജ്യങ്ങളായ അമേരിക്കയോടോ ഇസ്രായേലിനോടോ അല്ല, മറിച്ച് ഒന്നും അറിയാത്ത ചുറ്റുമുള്ള രാജ്യങ്ങളോടാണ് ഇറാൻ അവരുടെ പ്രതികാരം തീർക്കുന്നത്. എന്തായാലും ഇറാന്റെ സുപ്രീം ലീഡർ വധിക്കപ്പെട്ടു എന്ന് ഇറാൻ തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇറാന്റെ സ്റ്റേറ്റ് മീഡിയ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ്. അതിൻ്റെ ആയത്തുള്ള അലി ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണത്തിന് ഇറാൻ ഭരണകൂടം ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. 7 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാനിലുടനീളം. എന്തായാലും വലിയ മാറ്റങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റിൻ്റെ മൊത്തത്തിലെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമേനി എന്ന 40 വർഷത്തോളം ഇറാന്റെ സുപ്രീം പദവിയിലിരുന്ന ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ 30 ബോംബുകൾ പതിപ്പിച്ചു. ആ ബോംബുകൾ വീണ് കൊട്ടാരം ഒന്നാകെ തരിപ്പണമായി എന്നാണ് പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ.